ഹലോ സബ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുയൽ ചെവിയൻ എന്നുള്ള സസ്യത്തിനെ കുറിച്ചിട്ടാണ്. ഉഷ്ണമിതോഷ്ണ മേഖലകളിൽ കാണപ്പെടുന്ന ഈ ഒരു സസ്യത്തിനെ സംസ്കൃതത്തിൽ പറയുന്നത് ശശശ്രുതി എന്നാണ്. മുയലിൻ്റെ ചെവിയോട് സാമ്യമുള്ള ഇലകളായതുകൊണ്ടാണ് ഇതിന് മുയൽ ചെവിയൻ എന്ന പേരുള്ളത്. മസ്തിഷ്കത്തിനെയും തൊണ്ടയെയും ബാധിക്കുന്ന ഇൻഫെക്ഷൻസിനും പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് എല്ലാത്തിനും ഈ ഒരു സസ്യം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ടോൺസിലൈറ്റിസിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത്. ഇത് എക്സ്റ്റേണലി ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇത് ഇൻറ്റേർണലി ഉപയോഗിക്കുന്നതാണ്. ദശപുഷ്പങ്ങളിലൊരു സസ്യമാണ് ഈ മുയൽ ചെവിയൻ. ഇത് പ്രതിരോധശേഷി വർദ്ധിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെയെല്ലാം തള്ളിക്കളയാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനെ മരുന്നായിട്ടും ഭക്ഷണമായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിൽ മൺസൂൺ കാലങ്ങളിലെല്ലാം ഇത് തലയിൽ ചൂടുവാനും വീടുകൾ അലങ്കരിക്കാനും വീടുകളിൽ അണുവിമുക്തമാക്കുവാനും എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻസ് ആയിട്ടുള്ള റിബോഫ്ലാവിനും നിയാസിനുമെല്ലാം. മുയൽ ചെവിയൻ എന്ന ഈ സസ്യത്തിനെ നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകളും തളിരായിട്ടുള്ള തണ്ടുകളെല്ലാം നമുക്ക് സാലഡ്സും തോരനെല്ലാം വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഈ സസ്യത്തിനെ മുഴുവനായിട്ടും ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടാണ് കർക്കിടക കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത്. വിഷചികിത്സയ്ക്ക് അത്യുത്തമമാണ് മുയൽ ചെവിയൻ എന്ന ഈ സസ്യം. അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റിട്ടുള്ള ചികിത്സയ്ക്കെല്ലാം തന്നെ ഇതിനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. കൂടുതലായും മുയൽ ചെവിയനെ ഉപയോഗിക്കുന്നത് ഇതിനെ പറിച്ച് അപ്പം തന്നെ ഇതിനെ പേസ്റ്റാക്കിയോ അല്ലെങ്കിൽ ജ്യൂസാക്കിയോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ്. ചില ചികിത്സയ്ക്കായിട്ട് ഉണങ്ങിയ സസ്യത്തിനെയും ഉപയോഗിക്കുന്നുണ്ട്. ശംഖോരയൻ പാമ്പിന് കടിയേറ്റിട്ടുണ്ടാവുന്ന വിഷചികിത്സയ്ക്കായിട്ട് തൊണ്ടവേദന, മുണ്ടിനീര്, ഹൈപ്പോതൈറോയിഡിസം, ചെങ്കണ്ണ്, അൾസർ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, അലർജി, ബ്ലീഡിംഗ് പൈൽസ്, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, സോർ ത്രോട്ട്, വായിലുണ്ടാവുന്ന അൾസർ, ന്യൂമോണിയ, പിന്നെ കയ്യിലോ കാലിലോ ഉണ്ടാകുന്ന മുറിവുകൾ, യൂറിനറി ട്രാക്റ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, എക്സേമ, ഇതിനെല്ലാം തന്നെ ഈ സസ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കണ്ടുകൊണ്ടിരുന്ന മുയൽ ചെവിയനെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർത്തിയാൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു സസ്യമാണ് ഇത്. മുയൽ ചെവിയനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടുള്ള കറുകയെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. ബൈ.